കിട്ടാൻ രക്ഷയില്ല. അതിൻ്റെ ആളിലാണ്. എന്താണ് കിട്ടാത്തത്? സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യം യഥാർത്ഥത്തിൽ അവരുടെ അടിത്തറ ആണ്, ബാധ്യതയാണ്, വാജിബാണ്, നിർബന്ധമാണ്. ഈ ഐക്യത്തിന് വിഘാതം നിൽക്കുന്ന എല്ലാ സംവാദങ്ങളും എല്ലാ ഇടപാടുകളും മുസ്ലിം സമൂഹം വർജിച്ച് ഖൈർ ഉമ്മത്ത്, യഥാർത്ഥ ഉത്തമ സമുദായം അവർ എടുക്കേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് തിരിച്ചുപോക്ക് നടത്തുമ്പോൾ പിന്നെ നേരത്തെ ഖാലിദ് ബിൻ വലീദിനോട് റുസ്തം പറഞ്ഞതുപോലെ എന്നാൽ ഞങ്ങൾ പേർഷ്യയിലേക്ക് മടങ്ങിക്കൊള്ളാം എന്ന് സത്യനിഷേധം പേടിച്ചു പറക്കുന്ന ഒരു കാലഘട്ടം ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ പേടിക്കുന്നതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരുപാട് വ്യതിചലനങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും വ്യതിചലനങ്ങളും വ്യത്യസ്തമാണ്. ക്രിസ്ത്യാസ വ്യതിചലനമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തത്. അത് വ്യതിചലനമാണ്. പക്ഷെ വ്യതിചലനം പോലും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് പരമാധികാരവും നിയമനിർമ്മാണ അധികാരമുണ്ട് എന്ന് വിശ്വസിക്കൽ വ്യതിചലനമാണ്, അഭിപ്രായ വ്യത്യാസമല്ല. ഇസ്ലാമിലെ യഥാർത്ഥ ശൈലി തസവ്വുറാണ് എന്ന് പറഞ്ഞാൽ സൂഫി ശൈലി, തരീഖ്, മുരീദും ശിഷ്യന്മാരൊക്കെ മലമുകളിൽ ഖാൻഗാഹുകളിൽ തടഞ്ഞിരിക്കലാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വിശ്വസിക്കൽ അഭിപ്രായ വ്യത്യാസമല്ല, വ്യതിചലനമാണ്. വ്യതിചലനം ഉണ്ടാവുമ്പോൾ പോലും മുസ്ലിം സമൂഹത്തിന്റെ വ്യതിചലനങ്ങളെ നേരത്തെ ഇവിടെ അൽകാമീർ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ അവരെ ആക്ഷേപിക്കുന്ന സ്വരത്തിലോ കുറ്റപ്പെടുത്തുന്ന സ്വരത്തിലോ പ്രകോപിതരാക്കുന്ന സ്വരത്തിലോ അല്ല. നസീഹത്ത് അദ്ദീനു വന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ആരോടാ ഗുണകാംക്ഷ? ലില്ലാഹ് വലിറസൂൽ, അല്ലാഹുവിനോട് റസൂലിനോട് മുഴുവൻ മുസ്ലിങ്ങളോടും ഗുണകാംക്ഷ, മുഴുവൻ മുസ്ലിങ്ങളോടും ഗുണകാംക്ഷ. മുഴുവൻ മുസ്ലിങ്ങൾ വ്യതിചലനങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, വൈജാത്യങ്ങൾ ഉണ്ടാവും, വൈവിധ്യങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും വൈജാത്യങ്ങളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമൂഹം പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നമ്മൾ കേൾക്കുന്ന ഉദാഹരണമാണ്, ബനീ ഖുറൈളയിൽ എത്തിയിട്ട് നിങ്ങൾ അസർ നിസ്കരിച്ചാൽ മതി എന്ന് റസൂൽ സഹാബികൾക്ക് നിർദ്ദേശം കൊടുത്തു. ചില ആളുകൾ ബനീ ഖുറൈളയിൽ നമ്മൾ എത്തുമ്പോഴേക്കും അസർ ഖളാ ആയി പോവും, നഷ്ടപ്പെട്ടു പോവും, അതുകൊണ്ട് വഴി വെച്ച് നിസ്കരിക്കാം. ചില ആളുകൾ റസൂലുള്ളാഹിന്റെ കൽപ്പന അക്ഷരാർത്ഥത്തിലെടുത്തു. എന്തു വന്നാലും റസൂൽ പറഞ്ഞത് കേൾക്കൂ, ബനീ ഖുറൈളയിൽ എത്തിയിട്ട് അസർ നിസ്കരിക്കും. ഈ രണ്ട് വിവരം റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ചെയ്തതാണ് ശരി, നീ ചെയ്തത് ശരിയല്ല എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്തത് രണ്ടും ശരിയാണ്. അങ്ങനെ രണ്ടും ശരിയാവൻ അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ട്. രണ്ടും ശരി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ഇസ്ലാം, കളറാണ്. പുറത്ത് വൈറ്റ് അപ്പുറത്ത് ബ്ലാക്ക് എന്ന് പരിപാടിയില്ല, അല്ലെങ്കിൽ പുറത്ത് അകത്തില്ലെങ്കിൽ പുറത്തു നിന്നല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ അത്രയും കളർഫുൾ ആയ സൊസൈറ്റിയാണ്. ഇന്ന സഅയകും ലശത്താ, അത് മനുഷ്യന്റെ നൈസർഗികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യന്റെ സ്വഭാവ പഠനങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ ചിന്തകളിലൂടെ രൂപപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിലെ ഒരു അഭിപ്രായ വ്യത്യാസത്തെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു നിർത്തിയിട്ടില്ല. സഹാബികളുടെ ജീവിതത്തിൽ ഉമർ ഖത്താബിന്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിൽ പല രീതിയിൽ രാജപ്രവാചകന്മാർ വന്നു. അതുപോലെ അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം? അവസാനം ഒരു നിലപാടിൽ മുസ്ലിം സമൂഹം എത്തിവരികയും ഒന്നിച്ചു നിൽക്കുകയും അവരോട് എതിരിടുകയും ചെയ്തു വന്നതാണ്. ഇങ്ങനെ ഏത് വിഷയത്തിലും ഏത് കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ഒരു ശത്രു അല്ലെങ്കിൽ പൊതുവായ ഒരു ഭീഷണിക്ക് മുന്നിൽ മുസ്ലിം സമൂഹം എന്നും ഒറ്റക്കെട്ടാണ്. അതാണ് റസൂൽ ഒരു വിറക് കമ്പെടുത്തിട്ട് ഒടിച്ച് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോ, ഓടിക്കാൻ വളരെ എളുപ്പം. ഇതൊരു വിറക് കെട്ടാണെങ്കിലോ ഓടിക്കാൻ വലിയ പ്രയാസമാണ്. ഇതുപോലെയാണ് നിങ്ങൾ വിറക് കെട്ടായി നിന്നാ ഓടിക്കാൻ കഴിയില്ല, വിറക് ഒറ്റക്ക് നിന്നാ ഓടിക്കും. അതുകൊണ്ട് നിങ്ങൾ വളക്കും. അതോടെ റസൂൽ പറഞ്ഞു ഒറ്റക്ക് ഭിന്നിച്ചു നിൽക്കുന്നവരെയാണ് പിശാച് പിടികൂടുക. നിഫാഖിന്റെ അടയാളമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു അടയാളം വഇദാ ഹാസമ ഫജറ, തെറ്റിയ പിന്നെ കുറ്റം പറയാ, വിഘടിച്ച പിന്നെ പരസ്പരം മൈക്ക് കെട്ടി സംവാദങ്ങൾ നടത്തുക. ഹാസമ ഫജറ,
നിഫാഖിന്റെ ലക്ഷണമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിഫാഖിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ലക്ഷണം, അപകടമാണ്. മുസ്ലിം ഉമ്മത്ത് ധാരാളം വിഷയങ്ങൾ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് എന്തൊക്കെയുണ്ട്? മുസ്ലിം സമൂഹം സമർപ്പണം, അവരുടെ ദൗത്യം എന്താണ്? ഇസ്ലാമിന് വേണ്ടി സമർപ്പിതരാവുക. എങ്കിൽ ഭൂമിയുടെ 1/3 ചെങ്കോലും കിരീടവും ഈ സമുദായം വേണ്ടിയിട്ടില്ല. ഒരു കാലത്ത് അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സംഘടനകൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ഇസ്ലാം, അള്ളാഹു, റസൂൽ, കഅബ, ഒരുപാട് ഏകങ്ങളില്ലേ നിങ്ങൾക്ക്? ശത്രുവിന് എത്ര ഏകങ്ങളാ? കുഫറിന് ഒരു ഏകവുമില്ല, പക്ഷെ കുഫറും ഇല്ല വാഹിദ. ഇസ്ലാമിന് എത്ര ഏകങ്ങളുണ്ട്? അള്ളാഹു നിങ്ങളെ ഒന്നിപ്പിക്കാൻ പറ്റിയ ഒരു ഏകകമാണ് അള്ളാഹ്. ഒരു മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരാൾക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായ വ്യത്യാസമില്ല. കഅബ നമ്മളെല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ യൂണിറ്റിന്റെ പ്രതീകമാണ്, ഐക്യത്തിന്റെ പ്രതീകമാണ്. ഇങ്ങനെ ഒരുപാട് ഖുർആൻ, വിശുദ്ധ ഖുർആൻ, നമ്മുടെ ഇമാം ഖുർആനാണ്. ഖുർആനു ഇമാമി. മരിച്ചു ചെല്ലുമ്പോൾ പറയേണ്ട ഒരു ഉത്തരവ നമ്മുടെ ഇമാം ഖുർആനാണ്. ഇങ്ങനെ ഒരുപാട് ഏകകങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഭിന്നിച്ചുപോയി, വിഘടിച്ചുപോയി? ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. ഭൂമിയിലുള്ളത് മുഴുവൻ ചിലവഴിച്ചാലും നബിയെ താങ്കൾക്ക് അവരെ ഏകോപിച്ചു നിർത്താൻ കഴിയില്ല. വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹകീം. അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം വാളെടുത്ത് പരസ്പരം പോരടിച്ചുന്ന ഒരു അറബി സമുദായത്തെ ഏകോദര സഹോദരന്മാരായി കോൺസ്റ്റാന്റിനോപ്പിളിന്റെയും അതുപോലെ തന്നെ പേർഷ്യയുടെയും സിന്ധുവിന്റെയും സിലോണിന്റെയും ചൈനയുടെയും തീരങ്ങളിലേക്ക് ഒറ്റക്കെട്ടായി മുന്നേറി അവർക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ അവർ അനുഗ്രഹമായി കണ്ട് അതിന് ശുക്ർ പറഞ്ഞു. ഈ അനുഗ്രഹം നമ്മൾ വിസ്മരിച്ചു പോയി. നമ്മൾ പാശ്ചാത്യരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക്, പാശ്ചാത്യരുടെ മതേതര പ്രത്യയശാസ്ത്രങ്ങളിൽ നമ്മൾ വശംവദരായി നമ്മുടെ ദീനിനെയും ദുനിയാവിനെയും വിഘടിച്ചു. അൽ ദീനു ലില്ലാ വൽ വത്നു ലിൽ ജമീഅ. ദൈവത്തിലുള്ള ദൈവത്തിന്, ജനങ്ങൾക്കുള്ളത് ജനങ്ങൾ. ഈ മുദ്രാവാക്യം മുസ്ലിം ലോകത്തിന്റെ തട്ടകത്തിൽ നിന്ന് ഉയർന്നു വന്നു. ദൈവത്തെ കബറടക്കി സിറിയയിലെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ നൂറ്റാണ്ടുകളുടെ ആസ്ഥാനമായ ഡമസ്കസിൽ സിറിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലാഹു എന്നെഴുതിയ ശവമഞ്ചം നിർമ്മിച്ചിട്ട് സിറിയയുടെ ഡമസ്കസിന്റെ ആസ്ഥാനത്ത് കബർ കുഴിച്ചു. അല്ലാഹുവിനെ ഞങ്ങൾ മറമാടി തിരിച്ചു വരികയാണ് എന്ന് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനത്ത് നിന്ന് പറയാൻ ആളുകൾ ഉണ്ടായി. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കബറിൽ വിസർജിച്ചുകൊണ്ട് കുരിശ് സൈന്യത്തിന്റെ സേനാനായകൻ സലാഹുദ്ദീൻ, ഞങ്ങൾ 9 രാഷ്ട്രങ്ങളുടെ പടയണിയായി തിരിച്ചു വന്ന് നേരിട്ടപ്പോ ഒറ്റക്ക് ഞങ്ങളെ തുരത്തിയോടിച്ചവൻ സലാഹുദ്ദീൻ, നിന്റെ മറവാട് കബറിടത്തിൽ ഇതാ ഞങ്ങൾ മൂത്രമൊഴിക്കുന്നു എന്ന് പറയാൻ ആളുകളുണ്ടായി. എന്തേ സംഭവിച്ചു പോയത്? ഫലസ്തീൻ വിഘടിച്ചു പോയി. സുബ്ഹാനല്ലദീ أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. ലോക മുസ്ലിമിന്റെ ആവേശമാണ് ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് ഇന്ന് അവിടെ ജനിക്കുന്ന ഓരോ കുട്ടിയും വെടിയുണ്ട ഏറ്റുവാങ്ങാൻ തയ്യാറായ ശരീരപ്രകൃതിയുള്ളവരാണ്. അബ്ദുൽ ജഅബരിയുടെ ഭാര്യ, ജഅബരിയുടെ രക്തസാക്ഷിയായ ജഅബരിയുടെ ഭാര്യയോട് പത്രപ്രവർത്തകർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ദുഃഖമില്ലേ, നിങ്ങൾ എന്താണ് കരയാത്തത് എന്ന് ചോദിച്ചപ്പോ മഹതിയായ സ്ത്രീ പറഞ്ഞത്, എന്റെ വിവാഹ സുദിനത്തെക്കാൾ ഞാൻ ഇന്ന് സന്തോഷിക്കുന്നുവെന്നാണ്. ഞങ്ങൾക്ക് 11 മക്കളെ അള്ളാഹു തന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന ഒരു സമുദായമാണ് ഫലസ്തീൻ. എത്ര ജൂതന്മാർ വന്നാലും അത്ര കുട്ടികളുണ്ടാവും. 11 കുട്ടികൾ. ഈ 11 കുട്ടികളും ഹമാസിന്റെ സജീവ പ്രവർത്തകരാണ്. ഇവരെല്ലാം രക്തസാക്ഷികളാവാൻ തയ്യാറാണ്. രക്തസാക്ഷിയായ പുരുഷനും സ്ത്രീയും സ്വർഗത്തിൽ മണവാളനും മണവാട്ടിയുമാവുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ എന്തിനു ദുഃഖിക്കണം? അല്ലേ? ഉമ്മ കുട്ടിയെ രാവിലെ, നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി യൂണിഫോമും ഡ്രസ്സൊക്കെ ധരിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഫലസ്തീൻ എന്ന പ്രദേശമുണ്ട് പ്രിയപ്പെട്ട സഹോദരി, ഗസ.
ഉമ്മമാര് മുലയൂട്ടാത്ത ലോകത്തെ പ്രദേശം. ഇതേ നമുക്കതിൽ ദുഃഖമില്ലേ? നമ്മൾ എന്ത് ഐക്യദാർഢ്യപ്പെടാത്തത്? മലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തളഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. അറസ്തിതരും മർദ്ദിതരും പീഡിതരുമായ ജനവിഭാഗങ്ങൾ റബ്ബനാ ഖുരിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തിൽ ളാലിമി അഹ്ലുഹാ, ഈ ഗതികെട്ട നരകത്തിൽ നിന്ന് ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കാൻ ആളെ നിയോഗിക്കാത്തത് എന്താണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് സുഖസൗകര്യത്തോടുകൂടി വീട്ടിൽ പോയി കിടന്നുറങ്ങി കർമ്മശാസ്ത്രത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കടിച്ചു തൂങ്ങി നിങ്ങളുടെ ഊർജം എനർജി വേസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദര? ഒരുപാട് രാജ്യമല്ലേ ഉമ്മ കുളിപ്പിക്കുന്ന, രാവിലെ കുളിപ്പിക്കുമ്പോ ടിഫിൻ ബോക്സിൽ ചോറ് കൊടുക്കാൻ ഫലസ്തീനിലെ ഉമ്മമാക്ക് വറ്റില്ല, ചോറില്ല, ഗോതമ്പില്ല, കൊടുക്കുന്നത് ഉരുളയുള്ള കല്ലുകളാണ്. വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അവസാനത്തെ, എന്റെ കുട്ടിക്ക് കൊടുക്കുന്ന അവസാനത്തെ ഭക്ഷണമാണെന്ന് ഉമ്മാക്കറിയാം, ഉപ്പാക്കറിയാം. വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുമ്പോ, യൂണിഫോം ധരിപ്പിച്ചു കൊടുക്കുമ്പോ ഉപ്പാക്കറിയാം എന്റെ കുട്ടിയുടെ കഫം പിറവയാണ് ഞാൻ ധരിപ്പിക്കുന്നത്. കുളിപ്പിക്കുമ്പോ ഉമ്മ കരുതും എന്റെ കുട്ടിയുടെ മയ്യത്താണ് ഞാൻ കുളിപ്പിക്കുന്നത്. തിരിച്ചു വരുമ്പോ രക്തസാക്ഷിയായി 8ഉം 9ഉം പടിയുണ്ടയേറ്റ് വിറങ്ങലിച്ച ശരീരമായി 9ഉം 10ഉം 11ഉം വയസ്സായ കുട്ടികൾ നിർദാക്ഷിണ്യം കൊല്ലപ്പെടുന്ന ഒരു ലോകത്ത് അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ, അവർക്ക് സഹായം എത്തിക്കാൻ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഈമാൻ, നിന്റെ വിശ്വാസം നിന്നെ പ്രേരിപ്പിക്കുന്നില്ലേ? ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാവാം പല ആളുകൾക്കും. അബ്ദുൽ നാസർ മഅദനി 70% കാഴ്ച നഷ്ടപ്പെട്ട് ഒരു കാലത്ത് കേരളത്തിലെ സിംഹഗർജനമായിരുന്ന അബ്ദുൽ നാസർ മഅദനി കാഴ്ച നഷ്ടപ്പെട്ട്, അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് ഒടിഞ്ഞു തൂങ്ങിയ പെരടിയുമായി എന്റെയും നിങ്ങളുടെയും നീതിബോധത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നില്ലേ പ്രിയപ്പെട്ട സഹോദര? നീതിയുണ്ടെങ്കിൽ മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ, നിങ്ങൾ എന്തേ പ്രതികരിക്കാതെ പോയത്? നിങ്ങൾ എന്തേ ഐക്യദാർഢ്യപ്പെടാതെ പോയത്? നിങ്ങൾക്കില്ലേ 4000-ലധികം ചെറുപ്പക്കാർ ചെയ്ത തെറ്റ എന്താണെന്നറിയാതെ ഇന്ത്യ രാജ്യത്തിന്റെ ജയിൽ തടവറകളിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർ, 19 മുതൽ 30 വയസ്സിലുള്ള ചെറുപ്പക്കാർ, ജീവിതത്തിൽ സ്വന്തം നാടിന്റെ ഗന്ധം വിസ്മരിച്ചവർ, സ്വന്തം നാടിനെ മറന്നവർ, സ്വന്തം ഉമ്മയുടെ ആശ്വാസവും തലോടലും ഇല്ലാതെയായ ചെറുപ്പക്കാർ, ഇവരെ മോചിപ്പിക്കേണ്ട നിന്റെ ബാധ്യതയില്ലേ? നിരപരാധികളായ ആളുകൾ, നീ എന്തിനാണ് പരസ്പരം തല്ലിപ്പോകുന്നത്, പരസ്പരം വിഘടിച്ചു പോകുന്നത്? സമർപ്പിക്കുക, നിങ്ങൾ നിങ്ങളുടെ ശരീരം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. മുസ്അബിനെ പോലെ, ഖുബൈബിനെ പോലെ സമർപ്പിതനാവാൻ സന്നദ്ധനാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ പ്രസവിക്കുന്ന കുട്ടികൾ സലാഹുദ്ദീൻ അയ്യൂബി ആവുക. നമ്മുടെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബറിൽ വന്ന് വിസർജിച്ച് നമ്മുടെ മുഖത്ത് നോക്കി പുച്ഛത്തോടുകൂടി പറഞ്ഞ ഒരു കുരിശ് സേനാനായകന്റെ സ്വരമായിരുന്നു വൈറ്റ് ഹൗസിൽ നമ്മൾ ജോർജ് ബുഷിന്റെ വാക്കിലൂടെ കേട്ടത്. കുരിശ് യുദ്ധമാണ്. ഇനിയും ഞങ്ങൾ വെസ്റ്റ് ഏഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും വരുന്നത് മുമ്പ് ഞങ്ങൾ വിസർജിച്ചതുപോലെ വിസർജിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെന്താ ഇറാഖിനെ ആക്രമിക്കാൻ? ചൈനയല്ലല്ലോ, റഷ്യയാണ്, സൗദി അറേബ്യയാണ്, കുവൈത്ത്. നിങ്ങൾ തന്നെയാണ് പരസ്പരം വിഘടിച്ചു നിൽക്കുന്നത്, പരസ്പരം തല്ലിപ്പോകുന്നത്, പരസ്പരം നിങ്ങൾ അതിർത്തിയുടെ മേൽ നിങ്ങളെ വിഘടിപ്പിച്ചു, ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കാൻ തന്നെ ഒക്കെ മാറ്റിയേക്കണം. നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും രാഷ്ട്രീയത്തിൽ, സാമൂഹിക, സാമ്പത്തിക, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ. നമ്മുടെ വ്യതിചലനങ്ങളില്ലാതെ മുവഹിദുകളായി, തൗഹീദിന്റെ ആളുകളായി നമ്മൾ ജീവിക്കുന്നതോടൊപ്പം തന്നെ വ്യത്യസ്ത വിഷയങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ബാങ്കിന്റെ കാര്യത്തിൽ, ബാങ്ക് ജുമാക്ക് 2 എണ്ണം വേണോ, 1 വേണോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ 2 ബാങ്ക് കൊടുത്തു. അതിന്റെ മുമ്പ് 1 ബാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. അത് ഇസ്ലാമിക സമൂഹത്തിന്റെ 2 നിലപാടാണെന്ന് മനസ്സിലാക്കേണ്ടത്, വൈരുദ്ധ്യാണെന്നല്ല മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കിയത് വൈരുദ്ധ്യമാണെന്ന്. അങ്ങനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ 1 മാസം ഖുനൂത്ത് ഓതിയിട്ടുണ്ട്, ബാക്കിയുള്ള മാസം ഖുനൂത്ത് ഓതിയില്ല. അത് റസൂലിന്റെ 2 നിലപാടാണ്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു പ്രശ്നവുമില്ലല്ലോ. 25 ലക്ഷം എവിടെ പട്ടിയിലുള്ള കിടക്കും, വേസ്റ്റ് ആവില്ല. സുന്നത്തിന്റെ 2 നിലപാടുകളാണ്. അത് വൈരുദ്ധ്യങ്ങളായി നമ്മൾ വിഘടിച്ചു പോകരുത്, വൈരുദ്ധ്യങ്ങളായി വിഘടിച്ചു പോകരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കുക, ഒന്നിച്ച് നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹു രഞ്ജിപ്പിലാക്കിയതുപോലെ നിങ്ങൾ ഇതാക്കുക. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തെ,
നിങ്ങളുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളതോടൊപ്പം തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തമ സമുദായം എന്ന നിലയിൽ ആക്കുവാൻ വേണ്ടി ജീവൻ വരെ ബലിയർപ്പിക്കാൻ സന്നദ്ധമായ സമർപ്പണം നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ അതിജയിക്കാൻ, നമ്മുടെ സാംസ്കാരികവും ചിന്താപരവും നമ്മുടെ എല്ലാ മേഖലയും അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എത്ര പ്രാദേശികമായ കൂട്ടായ്മകൾ, മദ്യവിരുദ്ധം, മദ്യത്തെ ഹലാൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടനയില്ലല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്നത് ഞങ്ങളെ മലപ്പുറം ജില്ലയിലാണ്, കേരളത്തിൽ പറഞ്ഞത് ഏറ്റവും 65% മുസ്ലിംസ്. മയക്കുമരുന്ന്, ലൈംഗിക സദാചാര വൃത്തികേടുകൾ, സ്വന്തം പിതാവിന്റെ അടുത്ത് പെൺകുട്ടിയാക്കി ഉമ്മാക്ക് പോകാൻ പറ്റാത്ത കാലാവസ്ഥ, പാശ്ചാത്യന്റെ ആഗോളവൽക്കരണവും അവന്റെ മുതലാളിത്ത സിദ്ധാന്തങ്ങളും അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ചുറ്റും കറങ്ങുകയില്ല, നിങ്ങളുടെ മനസാക്ഷിക്കുള്ളിൽ നിരന്തരമായി പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ അബൂജഹൽ മുതലാളിത്തമാണ്, നിങ്ങളുടെ ഉള്ളിലെ യസീദ് മുതലാളിത്തമാണ്, നിങ്ങളുടെ ഉള്ളിലെ ഫറോവ മുതലാളിത്തമാണ്. കരുതി ഫറോവ അവസാനിച്ചിട്ടില്ല. നിരന്തരം നിങ്ങളുടെ ഹൃദയത്തിൽ മൂസയും ഫറോവയും ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും ഉണ്ട്. രണ്ടാളും തമ്മിൽ വാളെടുത്ത് പോരാണ്. രണ്ടാളെയും സിദ്ധാന്തങ്ങളുണ്ട്. വൈകുന്നേരമാകുമ്പോൾ മുഹമ്മദ് മുസ്തഫാന്റെ സിദ്ധാന്തം വിജയിച്ച നമ്മൾ അന്ന് വിജയിച്ചു, പിറ്റേ ദിവസം പിന്നെ നോക്കണം. ഇങ്ങനെ നിരന്തരമായി ബദറുണ്ട്. റമദാൻ 17 മാത്രം നടന്നല്ല ബദർ എല്ലാ ദിവസവും വിശ്വാസിയുടെ ജീവിതത്തിലും ഹൃദയത്തിലുമുണ്ട്. അങ്ങനെ പോരാടി ഈ സമുദായത്തിനും ഇസ്ലാമിനും ഗുണകരമാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യം പുനർനിർണയിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ പ്രസിദ്ധീകരണങ്ങളെല്ലാം ഇതാക്കി സമർപ്പിതരാവുക. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം മുസ്അബ് ബിൻ ഉമൈർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതമാണ്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു 17-ാം